Let's welcome them. നമ്മുടെ മാക്സിമം ഇട്ടിട്ടുണ്ട് എന്നാണ് ഒരു വിശ്വാസം. നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന ഒരു ഷാമോനായിരിക്കൂല ഈ പടത്തില്. ട്രെയിലർ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയോ? ഇത് ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ജേണർ തന്നെയാണ്, ഒരു ഹൊറർ കോമഡി. ഇതിന്റെ സ്ക്രിപ്റ്റ് പറയാൻ ആദ്യം തന്നെ വിളിച്ചപ്പോൾ ഹൊറർ കോമഡി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ സമ്മതിച്ചു. അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ജേണറാണ് ഈ ഹൊറർ കോമഡി. ഞാൻ വേറെ ആരാ അതിൽ കാസ്റ്റ് അങ്ങനെ കാര്യങ്ങളൊന്നും നോക്കിയില്ല. ഹൊറർ കോമഡി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ അവിടെ എത്തിയപ്പോഴാണ് ഇവരാന്നൊക്കെ അറിഞ്ഞത്. അപ്പൊ കുറച്ച് മൂഡ് പോയെങ്കിലും പിന്നെ പക്ഷേ നമ്മളെല്ലാവരും ഇൻഫ്ലുവൻസേഴ്സ് ആയതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരുന്നു. ഭയങ്കര കംഫർട്ടായിരുന്നു സെറ്റിൽ. കാരണം എല്ലാവരും നമുക്ക് അറിയുന്ന ആൾക്കാരാണ്. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് പിന്നെ ഡയറക്ടർ സാറും ഭയങ്കര കൂളായിരുന്നു. പക്ഷെ ഹൊറർ എലമെന്റ്സ് ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തന്നെ തോന്നി. എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഇങ്ങനെ ഒരു പടം ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ അടികപ്പേരെ കൂട്ടമണി പോലെ ആയിരിക്കും എന്നുള്ളൊരു രീതിയിലാണ് അവർ എല്ലാവരും പറയുന്നത്. പക്ഷെ ആക്ച്വലി ഇത് വേറെ തന്നെ ഒരു ജേണറാണ്, വേറെ തന്നെ ഒരു ഫേസ് ആണ്. ഇതിലെന്താന്ന് വെച്ചാൽ എല്ലാതും ബാലൻസ് ആയിട്ട് പോകുന്നുണ്ട്. കോമഡി ഒരു സൈഡിൽ കുറച്ച് സീരിയസ് ആവുന്നുണ്ട്, ഹൊറർ എലമെന്റ്സ് വരുന്നുണ്ട്. ഇപ്പൊ മറ്റേ വേറൊരു മൂവിയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റൂല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു ഫാന്റസി ട്രാക്കിലോട്ടും പടം പോകുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കുഞ്ഞു ട്വിസ്റ്റുകളും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ്. ലൈക്ക് റോളർ കോസ്റ്റർ പോലെയാണ് പടം പോകുന്നത്. ആദ്യം ഇങ്ങനെ മെല്ലെ പോയിട്ട് പിന്നെ സ്പീഡിലായിട്ട് വന്ന് തല കറങ്ങി തിരിച്ച് പിന്നെ ഇടയ്ക്ക് വീണ്ടും സ്ലോ ആവും. അങ്ങനെയൊക്കെ ഒരു പോലെയാണ് പടം. പക്ഷെ എന്തൊക്കെയോ പറയണമെന്ന് ഓർത്തിട്ട് വന്നതാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ എല്ലാം മറന്നുപോയി. അതെല്ലാരും പറയുന്ന ഒരു ഡയലോഗാണ്. നമ്മുടെ ഈ പെൺകുട്ടികളെ ഇങ്ങനെ നിറഞ്ഞു കാണുമ്പോ അത് ഈ കോളേജിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഇപ്പം എല്ലാവരും ഇതുണ്ട്, ഏറ്റവും മനോഹരമായിട്ടുള്ള കുട്ടികൾ പഠിക്കുന്ന കോളേജ്. അത് തന്നെയാണ്. ഞങ്ങളുടെ പടം എല്ലാവരും പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് സന്തോഷം. എന്നെ പോലെ തന്നെ എൻ്റെ മോളെയും എൻ്റെ ഫാമിലി എല്ലാവരും സ്നേഹിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു ഫാദർ എന്ന നിലയ്ക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഹലോ, എൻ്റെ പേര് ആൻമരിയ. ഇത്രയും ഫെമിലിയർ ഫേസിൽ ഒരു ചെറിയ അൺഫെമിലിയർ ഫേസ് ആയിരിക്കും. ഞാൻ ഇപ്പൊ ഈ മൂവിയിലേക്ക് തന്നെ വന്നത് ശ്യാമ പറഞ്ഞ പോലെ ഹൊറർ കോമഡി, ഇതിന്റെ ഹൊറർ ഭാഗങ്ങൾ ഒത്തിരി ഇഷ്ടപ്പെട്ട് വന്ന ഒരാളാണ് ഞാൻ ഇതിലേക്ക് വന്നത് തന്നെ ഷോർട്ട് ഫിലിംസിൽ അഭിനയിച്ച് അതിൽ നിന്ന് ഇഷ്ടപ്പെട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത്. മൂവിനെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയി എൻജോയ് ചെയ്ത് പേടിക്കാൻ പറ്റുന്ന ഒരു നല്ല മൂവിയാണ് മഹാരാജ ഹോസ്റ്റൽ. ഹലോ, ആക്ച്വലി ഞാനിവിടെ വരുമ്പോൾ ഇവരെക്കാളും ഏറ്റവും കൂടുതൽ പേടി എനിക്കായിരുന്നു. എൻ്റെ നെഞ്ചൊക്കെ ഇപ്പോഴും ഇടിക്കുന്നുണ്ട്. ഇത്രയും സുന്ദരിമാരെ ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല, ഐ മീൻ ഒരുമിച്ച്. അപ്പോൾ ഈ പടത്തിൽ ഇത് എൻ്റെ ആദ്യത്തെ പടമാണ്. ഇതിനു മുമ്പ് എന്നെ ആരും സിനിമയിലേക്ക് വിളിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് ഒരാൾ വിളിക്കുന്നത്. അങ്ങനെ ഞാൻ വിളിച്ചപ്പോൾ തന്നെ ഞാൻ പെട്ടി കിടക്കെടുത്ത് ഇങ്ങോട്ട് വന്നു. എറണാകുളത്ത് തന്നെയായിരുന്നു ഷൂട്ടൊക്കെ നടന്നത്. അപ്പോൾ ഇവരെക്കാളും കൂടുതൽ ഷാമോനൊക്കെ ഇതിനു മുമ്പ് 1-2 പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്കാണ് കൂടുതൽ എക്സൈറ്റ്മെൻറ്റ്. എന്നെ ആ വലിയ ബിഗ് സ്ക്രീനിൽ എന്നെ കാണുന്നതിനുള്ള ഒരു കാത്തിരിപ്പിലാണ് ഞാനും. നിങ്ങൾക്കും ഒരു 2 മണിക്കൂർ എൻ്റർടൈൻമെൻ്റ് ആവുന്ന രീതിയിലുള്ള ഒരു പടമായിരിക്കണം എന്നാണ് ആഗ്രഹം. ഈ പടത്തിലൊരു 4 സോങ്സാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. 2 സോങ്സ് ഓൾറെഡി ഇറങ്ങി. ഒന്ന് പാടിയിരിക്കുന്നത് ഐറാൻ. അതിൽ ലിറിക്സ് റൈറ്റർ ജിഷ്ണു എന്നൊരു വ്യക്തിയാണ്, പുള്ളിയോടെ വന്നിട്ടില്ല. പടത്തിൽ വേറൊരു ലാസ്റ്റിലൊരു സോങ് എഴുതിയിരിക്കുന്ന ഹരിതയാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പടമായിരിക്കും മഹാരാജ ഹോസ്റ്റൽ ഞാൻ വിശ്വസിക്കുന്നു. സോ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. അപ്പം ഞാൻ ഈ പടത്തിലൊരു പാട്ട് പാടിയിട്ടുണ്ട്. അശ്വിൻ്റെയും ഫസ്റ്റ് സിനിമയാണ്. ഇതെൻ്റെ ആക്ച്വലി സെക്കൻഡ് ടൈമാണ് ഞാനിവിടെ വരുന്നത്. എൻ്റെ ഫസ്റ്റ് സോങ് റിലീസായത് കക്ഷയം പിടിപ്പിള്ള എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു, ആസിഫ് അലിയുടെ. മാഗ്നറ്റിക് കണ്ണാടെ
കോർമെപ്പോൾ സ്വീറ്റാണേ കാതേറും ബീതോവൻ ഈണമേ മൂലാറ്റിൻ ചുണ്ടാലേ നീ ഓക്കെ തന്നാലേ പൂക്കുന്നേ എന്നുള്ളിൽ മോഹമേ മുകിൽ നെയ്തൊരു മായാത്തമാരിത് നിറവേഴതിനാലേ അഴകാലെ തൂകുന്ന പൂഞ്ചി മനമാകെ നിറഞ്ഞു വീണ്ടും. എൻ്റെ പേര് ഹരിത. ഞാൻ കുറച്ച് പടങ്ങളൊക്കെ പാട്ട് എഴുതിയപ്പം അശ്വിൻ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു ഹൊറർ മൂവി ഉണ്ട്, അപ്പം ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞു. എനിക്ക് മൂവി കണ്ടിട്ട് ചിരിക്കണോ പേടിക്കണോ എന്ന് അറിയാത്ത പോലെ ആയിരുന്നു. ഭയങ്കര ഫണ്ണാണ് കൗണ്ടപ്പ് ഒക്കെ കേൾക്കാൻ. അപ്പം അതിൻ്റെ എനിക്ക് നിങ്ങളൊരു സർപ്രൈസ്ഡ് ആവുന്ന ഒരു ഏരിയയിൽ ഒരു സോങ്ങാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അത് സാൻസ്ക്രിറ്റിൽ എഴുതിയിരിക്കുന്നത്. പിന്നെ ഒരു തമിഴ് സാൻസ്ക്രിറ്റ് മിക്സ് ആയിട്ട് നിങ്ങൾക്കത് കേൾക്കാൻ പറ്റും പിന്നീട്. പിന്നെ ഒരു ഫോക്ലോർ എഴുതിയിട്ടുണ്ട്, അനില രാജു പാടിയത്. അപ്പം എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അത് ഇവിടെ ഇപ്പൊ കേട്ട് പാട്ട് ചെയ്തത് വേറൊരു ലിറിസിസ്റ്റ് ആണ്, ജിഷ്ണു എന്ന് പറഞ്ഞിട്ട്. ആൾക്ക് വരാൻ പറ്റിയിട്ടില്ല. അപ്പം എല്ലാവർക്കും മൂവി ഇഷ്ടമാവട്ടെ, എല്ലാവരും കാണാം, അഭിപ്രായം പറയാം. താങ്ക് യു. സോ നമുക്ക് എന്തായാലും 2 അഖിൽമാർ ഇവിടെ ഉണ്ട്. ആൻഡ് ഞാൻ അവരുടെ ഫീമെയിൽ വീഡിയോസിന്റെ ഡൈ ഹാർഡ് ഫാനാണ്. നിങ്ങളോ? അവർ പെണ്ണായിട്ട് അഭിനയിക്കുന്ന കാണാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഓക്കെ, ഞാനൊരു സിറ്റുവേഷൻ തരാം. നിങ്ങൾ STCയിൽ ആദ്യമായിട്ട് പഠിക്കാൻ വരുന്ന ഒരു കുട്ടിയാണ്. ജസ്റ്റ് ഒന്ന് പെൺവേഷത്തിലൊന്ന് അഭിനയിച്ച് പഠിക്കാമോ? ഇതാണോ കോളേജ്? ഇവിടെ പെണ്ണുങ്ങൾ തന്നെ ഉള്ളൂ, ചെറുക്കന്മാരൊന്നുമില്ല ഇവിടെ. ഫ്രണ്ട് വരുന്നുണ്ട്. കൺമണിയോ? എന്റെ പേര് ഫാത്തിമ. മലപ്പുറത്തുനിന്ന്. ഇജെവിടെ? അല്ല ഷാളിടാത്ത കമ്മൽ ഇട്ടിട്ടില്ല, മാറി ഇട്ടിട്ടില്ല, വാള ഇട്ടിട്ടില്ല. ഒരു പെണ്ണ പെണ്ണുങ്ങളെ പറയിപ്പിച്ച ഒരു ജന്മങ്ങളിലേ. ശരിക്കും റെഡി ഷാള്? അതിന് പേരെ ആരുമില്ല ചോദിക്കാനും പറയാനൊന്നും. അനാഥാലയത്തിൽ ഇങ്ങനെ പൂവേ സെമ്പൂവേ ഉൻ വാസം വരും വാസൽ ഉൻ വാസൽ എൻ പൂങ്കാവനം വായ് പേസിടും പുല്ലാങ്കുഴൽ നീന്താവരിൽ പൂവിൻ മടൽ പൂവേ സെമ്പൂവേ ഉൻ വാസം വരും വാസൽ ഉൻ വാസൽ എൻ പൂങ്കാവനം വായ് പേസിടും പുല്ലാങ്കുഴൽ നീന്താവരിൽ പൂവിൻ മടൽ ശ്യാമോൾ സിംഗിൾ ആണോ? സിംഗിളാണ്. സോ ഗൈസ്, നമുക്ക് എല്ലാവർക്കും വേണ്ട ആൻസർ കിട്ടിയിട്ടുണ്ട്. യു നോ വെയർ ടു DM him. റെഡി ടു മിങ്കിളുമാണ്.